പ്രാർത്ഥിക്കേ. അവൻ യോശുവയുടെ പ്രവചനത്തിന് മണ്ഡലമേറെയാ. യോശുവ പ്രവചിച്ചത് സൗരയൂഥത്തോടാ. സൂര്യ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ചോലിക്കരുത്. മണ്ഡലം പറയാ പാസ്റ്റേ. റെല്ലം കാരണം അവിടെ കയറണം, ഇരിക്കണം, കമന്ന് കിടക്കണം, മുട്ട ദൈവത്തിന് കിടക്കണം. ഇത് ബൈബിളിൽ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ. ഇത് ബൈബിളിൽ ഉണ്ടെങ്കിൽ, ഇത് നമുക്ക് തരുന്നതാണെങ്കിൽ പുത്രത്വത്തിനകത്ത് കയറി ഇത് പിടിക്കണം, ഇത് പിടിക്കണം. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലധികം, ഞാൻ ചെയ്തതിലധികം നീ ചെയ്യും. അവൻ നീ പുത്രത്വത്തോട് കയറാം, നീ ക്രിസ്തുവിന്റെ അതേ പൊസിഷന് സൺഷിപ്പിലോട്ട് കയറാം. അവൻ കർത്താവ് പറഞ്ഞ പുത്രനെങ്കിലോ അവകാശിയാണ്. എന്തിനവകാശി? 5 ഏക്കർ റബ്ബറിനല്ല അവകാശി. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കോ ആത്മീയ കൃപകൾക്കോ പുത്രത്വം അവകാശി. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി സത്യവേദ പുസ്തകം ഇത് കയ്യിലിരിക്കുന്നവൻ ആരാന്നറിയാമോ? അവൻ ഈ നാട്ടിലെ രാജാവാ. നമ്മളെ വിളിച്ചത് മരിക്കാനല്ല, ഭരിക്കാൻ. നമ്മളെ വിളിച്ചത് മരിക്കാനല്ല. കർത്താവ് പറഞ്ഞത് സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവുകളുടെ മേലും സകല മൃഗങ്ങളുടെ മേലും സകല ഇഴ ജന്തുക്കളുടെ മേലും നീ വാഴണം. അതിൻ്റെ മുമ്പിൽ വീഴണം എന്നല്ല, നീ അതിനെ വാഴണം, നീ അതിനെ ഭരിക്കണം. നിന്റെ ശബ്ദം ഭരിക്കാനുള്ള ശബ്ദമാവോ. നിന്റെ ശബ്ദം, ആമേൻ, നിന്റെ ശബ്ദം സൃഷ്ടിക്കുന്ന ശബ്ദമാവോ. നിന്റെ ശബ്ദം ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെ ഉളവാക്കിയ ശബ്ദമാവോ. പുത്രത്വത്തിനകത്ത് കയറുമെന്ന് പറ. അവൻ നിന്റെ വിശ്വാസിയായിട്ട് നിന്നോട് പറയാതെ ആമേ അപ്പ പിതാവ് എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം തന്നതാണെങ്കിൽ പുത്രത്വത്തിൽ കയറാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു,